ഇറാൻ വീണ്ടും ആണവ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ UN ഇപ്പോൾ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി. അഥവാ ആണവ പരീക്ഷണമൊന്നും നടത്തരുത്. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് അവിടെ പരിശോധന നടത്താനുള്ള അധികാരം, അവകാശമൊക്കെ വേണമെന്ന് പറഞ്ഞു. നേരത്തെ ഇത് ഇറാൻ സമ്മതിച്ചാൽ ഇപ്പം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അയത്തുള്ള അലി ഖമനേയി പറയുന്നത്, ഞങ്ങൾ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും, ഞങ്ങൾക്ക് മേൽ ആരെങ്കിലും ഉപരോധം ഏർപ്പെടുത്തിയാൽ അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇപ്പോൾ ഇസ്രയേലിന് വേണ്ടി ഇറാനുള്ളിൽ ചാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന മൊസാദിൻ്റെ ഏജന്റന്മാരെ തിരഞ്ഞുപിടിച്ച് ഇറാൻ കൊലപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ബഹ്മാൻ ചൂബിയാസ്ലിൻ എന്നു പേരുള്ള ഒരു പൗരനെ ഇപ്പോൾ ഇറാൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഇസ്രയേലിന് വേണ്ടി തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ ചാരപ്രവൃത്തി നടത്തിയതാണ്, മൊസാദിൻ്റെ ചാരനാണെന്ന് പറഞ്ഞു. അതായത് ഇറാൻ്റെ ഡേറ്റാ ബേസ് സെർവറുകളെ തകർക്കുക, ഡേറ്റാ ബേസിലെ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുക, ഒപ്പം ആണവ കേന്ദ്രത്തിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടുകൊടുക്കുക, സെൻസിറ്റീവായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുക, അതിൻ്റെ ട്രാക്കിംഗ് എവിടെ നിന്നാണെന്ന് കണ്ടെത്തുക തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ഈ ബഹ്മാൻ ചൂബിയാസ്ലിൻ മൊസാദിന് ചോർത്തി കൊടുത്തു. ദശലക്ഷക്കണക്കിന് ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കൊണ്ടാണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഡേറ്റാ ബേസുകളെ ചോർത്തി കൊടുത്തത് എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഇയാൾ എന്ന് അറസ്റ്റിലായി, എത്ര കാലം ഇറാൻ്റെ കസ്റ്റഡിയിലുണ്ട്, ഈ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ഇയാളെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു. തുടർന്ന് സുപ്രീം കോടതിയിൽ അടച്ചിട്ട മുറിയിൽ വാദം നടക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഈ ശിക്ഷാവിധിയെ ശരിവെച്ചു. ഈ കാര്യങ്ങളൊക്കെ നീതിന്യായ മാധ്യമമായ മിസാളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാസം മൊസാദിൻ്റെ ചാരൻ എന്ന് പറഞ്ഞ് കൊല്ലുന്ന രണ്ടാമത്തെ വ്യക്തിയാണിത്. നേരത്തെ സെപ്റ്റംബർ 17 ബാബക് ഷെഹ്ബായി എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തിയിരുന്നു. അന്ന് ഇറാനിലെ മനുഷ്യാവകാശ സംഘടനകൾ പറഞ്ഞത് ഇയാൾക്കെതിരെ തെളിവില്ല, എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം അല്ലെങ്കിൽ എന്താ പറയുക തൂക്കിക്കൊല്ലുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇറാൻ പറഞ്ഞത് ഞങ്ങളുടെ സർവ്വശക്തനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ഭൂമിയിലെ അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തുകൊണ്ടാണ് ബാബക് ഷെഹ്ബായെ കൊല്ലുന്നതെന്ന് പറഞ്ഞു. ഇതിന് ഒരു മാസം മുമ്പ് ആണവ ശാസ്ത്രജ്ഞനായ റൂബ്സ് വടിയെയും തൂക്കിക്കൊന്നിരുന്നു. അന്ന് പറഞ്ഞത് അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ്റെ അനുബന്ധ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞൻ കൂടിയായ ഇയാൾ മൊസാദിന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ ബഹ്മാൻ ചൂബിയാസ്, അതുപോലെ തന്നെ ബാബാസ് ഷെഹ്ബായി, റൂബ്സ് റാഡിയ എന്നീ 3 ചാരന്മാരെയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത്. മൊസാദിന് കൃത്യമായൊരു മെസ്സേജ് നൽകുന്നു. അതായത് ഞങ്ങളുടെ രാജ്യത്ത് ചാരപ്രവർത്തനം നടത്തുന്ന മൊസാദ് ഏജന്റന്മാരെ തെരഞ്ഞുപിടിച്ച് ഞങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്നു. 10 പേർ കൂടി നിലവിൽ ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെയും ഏത് നിമിഷം തൂക്കിക്കൊല്ലുമെന്നാണ് പറയുന്നത്. അതായത് 1980 ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇസ്രയേലാണ് ഇറാനിൽ ഏറ്റവും അധികം നാശം വിതച്ചത്. അതായത് കഴിഞ്ഞ ജൂൺ മെയ് മാസങ്ങളിലൊക്കെ നടന്ന 12 ഡേയ്സ് വാറിൻ്റെ കാര്യം പറയുന്നത്. ആ ആക്രമണങ്ങളിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിരുന്ന മേഖല, ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു, സിവിലിയന്മാരെ കൊന്നു, അങ്ങനെയുള്ള വലിയ ആക്രമണം നടന്നു. ജൂണിൽ നടന്ന ഈ ആക്രമണത്തിന് വേണ്ട എല്ലാ ഡേറ്റാ ബേസുകളും ചോർത്തി കൊടുത്തത് ബഹ്മാൻ ചൂബിയാസ്ലിനാണെന്നാണ് ഇറാൻ ഇപ്പോൾ ആരോപിക്കുന്നത്. അപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബോംബുകൾ, ലോഞ്ചറുകൾ, സ്ഫോടക വസ്തുക്കൾ, റൂബി ട്രാപ്പുകൾ തുടങ്ങിയവയൊക്കെ കണ്ടെത്തിയെന്ന് IRG പറയുന്നുണ്ട്. എന്തായാലും ഈ മീഡിയ റിപ്പോർട്ടിലോ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യാവകാശ സംഘടനകളായ ആക്ടിവിസ്റ്റുകളുടെ റിപ്പോർട്ടിലൊന്നും തന്നെ ഇയാൾ എന്ത് കുറ്റമാണ് കൃത്യമായി ചെയ്തതെന്ന് വിവരിക്കുന്നില്ല. പക്ഷേ ഇറാൻ പറയുന്നത് ദശലക്ഷക്കണക്കിന് ക്രിപ്റ്റോ കറൻസി ഇയാൾ വാങ്ങിയിട്ടുണ്ട്. അതിനു പകരമായിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡേറ്റാ ബേസുകൾ ചോർത്തി കൊടുക്കുന്നു, സെൻസിറ്റീവ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഡേറ്റകളൊക്കെ തന്നെ ചോർത്തി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു പെട്രോ കെമിക്കൽ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനായ 52 വയസ്സുള്ള എഞ്ചിനീയറാണ് ഈ ബഹ്മാൻ എന്ന് പറയുന്നത്. ഇയാൾക്ക് സെൻസിറ്റീവ് ടെക് ബ്ലൂ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ അവിടേക്ക് കടന്നു കയറുകയും മൊസാദുമായിട്ട് സ്പൈ വർക്കിൽ ഏർപ്പെടാനുള്ള കരാറിൽ ഏർപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഡേറ്റാ ബേസുമായി ബന്ധപ്പെട്ട കോഴ്സ് പഠിക്കാനായിട്ട് വിദേശ രാജ്യത്തേക്ക് പോയ ബഹുമാനെ മൊസാദ് ചൂണ്ടയിട്ട് പിടിക്കുകയായിരുന്നു. അവർ ഇയാളെ റിക്രൂട്ട് ചെയ്യുന്നു. തുടർന്ന് അയർലൻഡിൽ 45 ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കൂടാതെ UAEയിൽ, അതുപോലെ തന്നെ തൈവാനിൽ, തായ്ലൻഡിൽ, വിയറ്റ്നാമിൽ, ബൾഗേറിയയിൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇയാളെ കൊണ്ടുപോയി പരിശീലനം നടത്തിയെന്നും ഏതാണ്ട് 90 തവണയോളം മൊസാദ് ചാരന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഇറാൻ പറയുന്നുണ്ട്. കൂടാതെ ഈ വിവരങ്ങളെല്ലാം ചോർത്തിയതുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് 2 തവണ മൊസാദിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഇയാൾ കൂടിക്കാഴ്ച നടത്തി. അപ്പം ഇറാനെതിരെ പ്രവർത്തിക്കുന്ന മൊസാദ് ചാരന്മാരെ തിരഞ്ഞുപിടിച്ച് കൊല്ലും. ഇതാണ് അയത്തുള്ള അലി ഖമനേയി പറയുന്നത്. മറ്റൊരു കാര്യം,
പെട്ടെന്ന് ആളുകളെ കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ഇവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടിച്ചിട്ട് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു, വ്യക്തികളെ ഒളിവിൽ പാർപ്പിക്കുന്നു, അതിനുശേഷം വധശിക്ഷ നടപ്പാക്കുന്നു. ഇതൊക്കെ തന്നെ ഇറാനിൽ ചില രാഷ്ട്രീയ അടിച്ചമർത്തലുകളുടെ ഭാഗമാണെന്നും പറയപ്പെടുന്നുണ്ട്. കാരണം അയത്തുള്ള അലി ഖമനേയിക്കെതിരെ, പെസഷ്കിയാനെതിരെയൊക്കെ അവിടുത്തെ ജനങ്ങൾ വലിയ രോഷം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ അടക്കി ഭരിക്കണമെങ്കിൽ ഇത്തരത്തിൽ മൊസാദ് ചാരന്മാരാണെന്ന് പറഞ്ഞ് കുറേ പേരെ കൊല്ലണം. 8 പേരെ അടുത്ത സമയത്തായിട്ട് തൂക്കിക്കൊന്നു എന്ന് ഇറാൻ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചാരപ്രവർത്തനമോ രാജ്യവിരുദ്ധ പ്രവർത്തനമോ നടത്തിയാൽ അവരെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് പൊതുജനങ്ങളോട് ഇറാൻ ഭരണകൂടം ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ 12 ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ 21,000 പേർക്ക് മേൽ കുറ്റങ്ങൾ ചാർത്തി എന്നതിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് ശേഷം അവിടുത്തെ വിവരങ്ങളെല്ലാം തന്നെ ചോർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇറാന് വല്ലാതെ ഭയമുണ്ട്. മാത്രമല്ല, ആണവ ശാസ്ത്രജ്ഞന്മാരായ റൂബ്സ് വാഡിയ ഉൾപ്പെടെ 8 പേരെ ഞങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ഇറാൻ ഔദ്യോഗികമായി പറയുന്നു. അപ്പോൾ വിദേശത്ത് ഡേറ്റാബേസ് കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ തന്നെ ഇത്തരം ചാരപ്രവൃത്തി നടത്തുന്ന ആളുകളെ കണ്ടെത്തുന്നുണ്ട്. അതായത് അവർക്ക് അനുയോജ്യരായ ആൾക്കാരെ, എന്നിട്ട് ഇവരെ ഉപയോഗിച്ചാണ് ഇത്തരം പ്രവർത്തനമൊക്കെ നടത്തുന്നത്. എന്തായാലും ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ നിർണായക വിവരങ്ങൾ, ഡേറ്റാബേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ചോർത്തിയെടുക്കാൻ ഈ ചാരന്മാർക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് ഈ സ്പൈകളെ ഉപയോഗിച്ച് ഇറാൻ ഇവിടെ ഇസ്രായേൽ പ്രവർത്തനം നടത്തുന്നത്. എന്തായാലും ഇറാൻ തങ്ങളുടെ ആണവായുധ പരീക്ഷണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക പറയുന്നു, ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവിടെ ഇടപെടും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇറാന് മേൽ ഇനിയൊരു ആക്രമണം നടത്തിയാൽ അമേരിക്ക കൂടി ആ ആക്രമണത്തിൽ പങ്കെടുക്കും. അപ്പം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് കടന്നു കയറാൻ കഴിയില്ല. മാത്രമല്ല, മൊസാദിൻ്റെ ചാരന്മാരെന്ന തരത്തിൽ ഇറാനിയൻ പൗരന്മാരെ പരസ്യമായിട്ട് തൂക്കിലേറ്റുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിരോധിക്കാൻ അവർക്ക് ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് അയത്തുള്ള അലി ഖമനയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഒരു കുറ്റം ചാർത്തി കഴിഞ്ഞാൽ, അല്ലെ അയാളെ കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ വിചാരണ നടത്തുന്നത്. അതിനുശേഷം ഇയാളെ പിന്നീട് തൂക്കിക്കൊല്ലണോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ തീരുമാനിക്കും. എന്തായാലും യുദ്ധം പ്രഖ്യാപിച്ചതാണ് സർവശക്തനെതിരെ, അല്ലെങ്കിൽ അഴിമതിക്കാരനാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് സ്വാഭാവികമായും ഈ മൊസാദിലെ ചാരന്മാർക്കെതിരെ ചുമത്തപ്പെടുന്നത്. എന്തായാലും ഇറാനിൽ നിന്ന് അതീവ രഹസ്യവും തന്ത്രപ്രധാനവുമായ വിവരങ്ങൾ ചോർത്തുന്നു. ആ വിവരങ്ങൾ ഉപയോഗിച്ചാണ് സയനിസ്റ്റ് ആക്രമണം നടത്തിയതെന്ന് അയത്തുള്ള അലി ഖമനേയി പറയുന്നുണ്ട്. ഒപ്പം പെസഷ്കിയാൻ എന്ന് പറയുന്ന പ്രസിഡന്റും പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മൊസാദിനെ തിന്നു തീർക്കാനായിട്ട് ഇറാൻ ഭരണകൂടം തീരുമാനിച്ചു. അതിനുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഓപ്പറേഷൻ എത്രത്തോളം വിജയമുണ്ടാകും എന്നുള്ളതാണ് ഇനി കാണാനുള്ളത്. എന്തായാലും 10 പേരെ ഏത് നിമിഷവും കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ഇറാൻ നീങ്ങുകയാണ്. അപ്പോൾ ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകുക, അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുക, UN മറുപടി നൽകുക, ഇതാണ് ഇറാൻ്റെ നിലപാട്. എന്തായാലും ഒരു മാസത്തിൽ 2 മൊസാദിൻ്റെ ചാരന്മാരെ തൂക്കിക്കൊന്നു എന്ന് പറയുമ്പോൾ മൊസാദിന് കൃത്യമായ ഒരു സന്ദേശം ഇറാൻ നൽകുന്നു. ഇതിനനുസരിച്ച് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.